വാട്സാപ്പ് അപ്പം ഞാൻ നമ്മുടെ ടിക്ടോക്കിലും യൂട്യൂബിലും ഓരോ വർഷം ഓരോ വാണങ്ങളാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വാണമാണ് ഗ്രീൻ ഹൗസ്. സോളോ അതിനെ കയറി റോസ്റ്റ് ചെയ്യുന്ന കൂടെയാണ്. നമുക്കപ്പോൾ അതിനെ റിയാക്ഷൻ ചെയ്യാം. അല്ല നമ്മളത് റിയാക്ഷൻ ചെയ്യാം, നമ്മൾ ഇവനെ റോസ്റ്റ് ചെയ്യാൻ പോകും. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് അവനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് ഇതേ ചെറുക്കൻ സോളോ വൈനർ അദ്വൈത് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരുത്തൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഞാൻ പ്രതികരിച്ചപ്പോൾ ഇരുന്ന് മോങ്ങിയിട്ടോ കരഞ്ഞിട്ടോ വിക്ടിം എപ്പം മോങ്ങി എപ്പം കരഞ്ഞി എപ്പം മോങ്ങി അത് പറ എപ്പം മോങ്ങി വിക്ടിം എന്ത് കാര്യം തന്തെടുക്കലും തള്ളയെടുക്കലും നീ കാണിക്കുന്ന പ്രവർത്തി. എടാ ഇത് റിയാക്ഷൻ വീഡിയോ ആണോ അല്ലെങ്കിൽ തെറി വിളിക്കുന്ന വീഡിയോ ആണ്? എടാ ആരെയും തന്തയ്ക്കും തള്ളയ്ക്കും കയറി വിളിച്ച് നമ്മൾ ആരെയും റോസ്റ്റ് ചെയ്യാൻ പാടില്ല, അത് മോശമാണ്. നമ്മൾ തെറി വിളിക്കാം, പക്ഷെ തന്തയ്ക്കും തള്ളയ്ക്കും ഒരിക്കലും വിളിക്കില്ലടാ, അതൊക്കെ മോശമാടാ. എന്നെ കണ്ട് വിളിക്കും. ഞാൻ ഗെയിമിംഗ് വീഡിയോസിൽ ഇതിൻ്റെ ഒരു സ്വാഭാവികമാണ്. കാരണം എന്താ വെച്ചാൽ അത് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നീ ഇങ്ങനെ ആരുടെ തന്തയ്ക്കും തള്ളയ്ക്കും കയറി പഠിക്കലും മോനെ, നീ നന്നാകാൻ നോക്ക്. എന്തുവാണ് ഇങ്ങനെ ഒരു മൾട്ടി യൂണിവേഴ്സിൽ പോലും ഇല്ല കണ്ണി കണ്ടോട്ട് തന്തയ്ക്ക് വിളിച്ച് അത് റോസ്റ്റിംഗ് ആണെന്ന് പറയുന്ന ഒറ്റൊരു മനുഷ്യനുണ്ടെങ്കിൽ അത് നീ മാത്രമാണ് മോനെ. എന്താ ഏറ്റവും കിച്ചൂട്ടം പോലും ഇതിനേക്കാളും ഭേദമായിരുന്നു. അവൻ ആരും തന്തക്കം തള്ളക്കം ഒന്നും കയറി വിളിക്കത്തില്ല, പശു ആട് ആക്കിയിട്ടേ കാണിക്കത്തുള്ളൂ. ഓക്കെ ബാക്കി പറഞ്ഞു. അല്ലാതെ മറ്റുള്ളവന്റെ വരെ മറ്റുള്ളവൻ നിന്റെ തന്തയല്ല എന്നാണ് പറയുന്നത്. അത് ആദ്യം മനസ്സിലാക്കി അവനത് ഡിലീറ്റ് ആക്കി ഓടി. അത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സോളോ മൈനർ നിന്നെപ്പോലെ ഒരു ബുദ്ധി ഇല്ലാത്തവനോട് കൂടെ സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം ഇവനെ ഒന്ന് റോസ്റ്റ് ചെയ്യുന്നതിന് ഇവൻ്റെ എന്താ എല്ലായിടത്തും കൊണ്ട് നമ്മൾ ചൂട് കമ്പിയിൽ അടിച്ചു കുത്തി കയറ്റി വെച്ചോ. മനസ്സിലായല്ലോ? അത് മതി. മെസ്സേജ് അയച്ചിട്ട് ഇവന് മെസ്സേജ് ഡിലീറ്റ് ആക്കി ഓടി. ഐ സോ എ വീഡിയോ ഫ്രം നീ പോയി തൂറ ദാറ്റ് പച്ച വീട്ടിൽ ഗൈ. വീട്ടിലല്ല വീട്ടിൽ. അയ്യോ സോറി സാറേ, നിങ്ങളുടെ അത്രയൊന്നും ഇംഗ്ലീഷ് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലല്ല പഠിച്ചത്, നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. സോറി സാറേ, നിങ്ങൾ മുന്നേ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾ എപ്പോഴേ ക്ലാസ്സിൽ പൊട്ടിപ്പോയായിരുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കല്. അറിയത്തില്ല. അബദ്ധവശാൽ പുള്ളിക്കാരുടെ കയ്യിൽ ഒരു ഫോൺ കൂടെ എത്തിപ്പെട്ടു, അതങ്ങ് ഡോക്യുമെന്റ് ചെയ്തോളൂ. അബദ്ധവശാലല്ല, പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ എന്റെ ഐഫോൺ മേടിച്ചത്. ഇവന്റെ ചിരി കാണുമ്പോൾ എനിക്ക് കാർക്കിച്ച് തുപ്പാൻ തോന്നുന്നു. രാവിലെ തോട്ടി കൊണ്ട് കുത്തിയിടുവാൻ. പണിയെടുത്ത് ഒരു സാധനം മേടിക്കുന്ന ഒരുത്തന്റെ ബുദ്ധിമുട്ടും അതിന്റെ ആ ഒരു പ്രൗഡ് ഫീലിംഗും ഒക്കെ നിനക്ക്. നമ്മൾ പണിയൊന്നും എടുക്കത്തില്ല കൈസ്. നമ്മൾ കിടന്നുറങ്ങിയിട്ട് എണീക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ സ്വപ്നം കണ്ടു എനിക്ക് ഐഫോൺ വേണം. അപ്പം നമ്മുടെ കൺമുമ്പിൽ ഐഫോൺ പ്രത്യക്ഷപ്പെടും. നമ്മളത് സ്വപ്നത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഇവനെപ്പോലും നമ്മളൊന്നും പണിയത്തില്ല അല്ല കൈസ്. എല്ലാവരും പണി എടുത്ത് തന്നെയാണ്. നീ ആ ജോക്കൊന്ന് കണ്ടുപിടിക്കാൻ മനസ്സിലാക്കണം. നിനക്കൊരു നീ ഇത്ര സീരിയസ് ആകുന്ന എന്താണ് മോനെ? സീരിയസ് ആകാത്തൊരു സീരിയസ് ആകണം, പക്ഷെ സീരിയസ് ആകേണ്ട കാര്യഘട്ടങ്ങളും ഉണ്ട്, സീരിയസ് ആകേണ്ടാത്ത കാര്യഘട്ടങ്ങളും ഉണ്ട്. കിച്ചൂട്ടിനേക്കാളും കഷ്ടമാകാറ മോനെ. മനസ്സിലാക്കാൻ പറ്റൂലെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഫോണിന്റെ കാര്യം ഞാൻ പറഞ്ഞ നീ കഷ്ടപ്പെട്ട ഫോൺ മേടിച്ചിട്ടില്ല, നല്ലടാ ഒരു കോമഡി മനസ്സിലാക്കണം. കണ്ടവന്റെ ലൈഫിൽ കയറിയിട്ട് കൊണയടിച്ചിട്ട് അത് കോമഡിയാന്ന് പറയുന്നത് എന്ത് ശുദ്ധ. ഞാൻ പറഞ്ഞു തന്തയ്ക്ക് വിളിക്കല്ലോ മോനെ, നീ തന്തയ്ക്ക് വിളിക്കരുത്. നീ എത്രാമത്തെ തവണയാണ് ഈ വീഡിയോക്ക് തന്തയ്ക്ക് വിളിക്കണേ? ഗൈസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അങ്ങനെയെങ്കിലും ഒരു കമൻറ്റ് എടുത്തിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞേ കണ്ടവരുടെ ജീവിതത്തിൽ നീ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഇത്രയും കോണയൊക്കെ അടിക്കുന്നില്ല. നീ എന്തൊക്കെയാണ് പറയണേ? എൻ്റെ അച്ഛൻ എന്നെ വേണ്ടത് എന്തായിരുന്നു മറ്റേ ഗുണ്ടച്ചിയോ? ഗുണ്ടച്ചി അങ്ങനെ ഗുണ്ടച്ചി ആയിരുന്നു. ഗുണ്ടച്ചി അതിന് പകരം ബി ആക്കി അങ്ങനെ ഇരിക്കും. ഗൂന് പകരം ബി ആക്കി ചെയ്തിരിക്കും. പക്ഷേ പൂവൊക്കെയാ മനസ്സിലായല്ലോ. അല്ലെങ്കിൽ ഇപ്പം ഗുണ്ടച്ചി. പിന്നെ അവള് നിൻ്റെ ഗേൾ ഫ്രണ്ട് ആരോ എന്താണ് അവൾ പറഞ്ഞെന്താ? അതെന്താ പറഞ്ഞു പോ, നീ വാക്ക് പറഞ്ഞു. ആദ്യമേ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഞാനൊരു സാധാരണ മനുഷ്യൻ മാത്രമാണ്, ഒരു പച്ചയായ മനുഷ്യൻ. അപ്പൊ പച്ചയായ മനുഷ്യർക്ക് 3 കാര്യങ്ങളുണ്ട്. 1 അന്തസ്, 2 ഒരു ഇതുണ്ട് ആത്മവിശ്വാസം അല്ല എന്തായാലും എനിക്ക് പറയണമെന്ന് അറിയത്തില്ല. സ്വന്തമായിട്ടൊരു അന്തസ് പിന്നെ വേറെ എന്താണൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ വരുന്നില്ല. ഇപ്പം ഈ 2 കാര്യങ്ങൾ ഇവനില്ല. പിന്നെ ഒരു അറിവ് വേണോടാ. അറിവെന്ന് വെച്ചാൽ നിനക്ക് അതൊന്നും ഒരു ജോക്കാണെന്ന് കണ്ടുപിടിക്കാനുള്ള അറിവ് പോലും ഇല്ല. പിന്നെ ഇവൻ്റെ പേഴ്സണാലിറ്റി, അതായത് നല്ല പച്ച മനുഷ്യന്മാർ കണ്ണി കണ്ടവരുടെ തന്തയ്ക്കൊന്നും കയറി വിളിക്കത്തില്ല. ഞാനൊരു പച്ച മനുഷ്യനൊന്നുമില്ല, ഞാൻ കറുത്ത മനുഷ്യനാണ്. വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഫോട്ടോ എടുത്തേക്കോ. ആരുടെയും തന്തയ്ക്കും തള്ളയ്ക്കൊന്നും കയറി വിളിക്കത്തില്ല. പിന്നെ പച്ച മനുഷ്യന് അത് ഒരാളേ ഉള്ളൂ, അതാണ് ഹൾക്ക്. അത് നീ മനസ്സിലാക്കണം മോനെ. എല്ലാ വൈരൊക്കെ ഉള്ള പോലെ തന്നെ എനിക്കുണ്ട് ഒരു ഡാർക്ക് സൈഡ്, ഒരു ഡേഞ്ചറസ് സൈഡൊക്കെ. പക്ഷെ ഇത്രയും കാലം നിങ്ങൾ എന്നെ നിന്നോട് ഞാൻ പറഞ്ഞു തെറി വിളിക്കല്. ഞാൻ നിന്റെ അമ്മയെ വിളിച്ച് പറയും കേട്ടോ. ഇങ്ങനെ കാണുക എന്നുള്ളത് ഞാൻ ഡിസൈൻ ചെയ്ത രീതി മാത്രമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. നീ പോണ ഡിസൈനറെ. ഇപ്പം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് എൻ്റെ ഒരു ഫീൽ അറിയേണ്ടത്, ആ ഒരു സാധനമാണ് ഞാൻ ഇനിയിപ്പോൾ എൻ്റെ ഗ്രീൻ ഹൗസ് ഏത് സാധനമാണ് ഗൈസ് മനസ്സിലായോ? മറ്റേ റിയാക്ഷൻസ് ആൻഡ് റിവ്യൂസ് എന്ന പേജിൽ ഇടാൻ പോണത്. ഇപ്പം നിങ്ങൾ ഈ ഒരു കുഞ്ഞു പോർഷൻ കാണുന്ന അഥവാ ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസ് എന്നതിൻ്റെ മെയിൻ പേജിലൂടെ ആണെന്നുണ്ടെങ്കിൽ
ഇത് റിയാക്ഷൻസ് ആൻഡ് റിവ്യൂസ് എന്ന പേജിൽ കയറിയിട്ട് ഫുള്ള് കാണണമെന്ന് ഞാൻ പറയില്ല. കാരണം ഇത്രയും കാലം ഗ്രീൻ ഹൗസിന്റെയോ അല്ലെങ്കിൽ രോഹിത്തിനെയും ഗ്രീൻ ഹൗസിനെയും ആർക്കും ഒരു വിലയുമില്ല മോനെ, നീ അത് മനസ്സിലാക്കണം. ഇതുണ്ട് ഇവിടെ കമന്റ് എടുക്കാൻ പറ്റില്ലല്ലോ, കമന്റ് ഗ്ലിച്ചടിച്ചു പോയി. ുള്ള നിങ്ങളുടെ ആ ഒരു സ്നേഹം കൊണ്ടാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തെങ്കിൽ ഇവന്റെ ഫുൾ കമന്റ് കേൾക്കണം. ഐ എം സോളോവൈനർ ഫാൻ ബ്രോ, ഐ എം സോളോവൈനർ ഈസ് ദ ബെസ്റ്റ്, യു ആർ ബാഡ്. സോളോവൈനർ ഈസ് ദ ബെസ്റ്റ്, യു ആർ മറ്റേ ഇത് പറയാനൊന്നും പറ്റുന്നില്ല. അത് നമുക്ക് പിന്നെ എനിക്കതൊന്നും പറയാൻ താല്പര്യമില്ല. എനിക്കങ്ങനെ ബാഡ് വേർഡ്സ് ഉപയോഗിക്കാൻ താല്പര്യമില്ല ഗൈസ്, മനസ്സിലായില്ല. മറ്റേ ഇത് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് വിടുന്നേ, അത് മനസ്സിലായെങ്കിൽ മനസ്സിലായാൽ മതി. റിയാക്ഷൻസ് ആൻഡ് റിവ്യൂസിൽ കയറിയിട്ട് ഈ ഒരു വീഡിയോ കാണാൻ ഞാൻ പറയുന്നില്ല. കാരണം ഇത് സിംപ്ലി എനിക്ക് പറ്റണില്ല. ഗ്ലിച്ച് ലാഗ് ഇത്തിരി വിട്ടുവിട. എനിക്ക് ലാഗ് ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ പല്ല് ഗൈസ് നിങ്ങൾക്ക് വല്ലതും അറിയാമോ ഗൈസ്? എൻ്റെ പല്ല് അങ്ങനെയാണ്, എൻ്റെ പല്ല് അകത്തേക്കും പുറത്തേക്കും ഇരിക്കും. എന്നെ എല്ലാവരും കളിയാക്കും ഗൈസ്. എനിക്ക് മൊത്തത്തിൽ മടുത്ത് എന്നോടുള്ള ഈ ഒരു അറ്റാക്കും ഈ ഒരു എൻ്റെ പൊന്നു മോനെ ചക്കുറ്റു മോനല്ലടാ, ഞങ്ങൾ ഇങ്ങനെ അറ്റാക്ക് ഒന്നും ചെയ്യുന്നല്ലടാ ചക്കട കുട്ടാ. നിന്നെ ഞങ്ങൾ അറ്റാക്ക് ഒന്നും ചെയ്യുന്നല്ലടാ, ഞങ്ങളൊരു ഫണ്ണിന് വേണ്ടി ചെയ്യാനാ. വി ആർ റോസ്റ്റേഴ്സ്, യൂട്യൂബിൻ്റെ പോളിസിയിലുള്ളതാണ്. റോസ്റ്റിങ്, റിയാക്ഷന്, ഗെയിം പ്ലേ, പിന്നെ ടൂർ വീഡിയോസ്, അതായത് ടൂറിൻ്റെ അങ്ങനെ കണ്ട ആരുണ്ടായിരുന്നില്ല. പിന്നെ അൺബോക്സിങ് വീഡിയോസ്, സാധനങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഇതിനെക്കുറിച്ച് പറഞ്ഞു. അതിങ്ങനെയാണ്, അത് നല്ലതാണ്, അത് മേടിച്ചാൽ നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടാകും അങ്ങനെ പറയുന്നു. അത് പരസ്യം കൊടുക്കുന്നു പച്ചമലരത്തിൽ പറയുന്നത്. പിന്നെ ഈ എന്താ പിന്നെ കുക്കിംഗ് വീഡിയോസ്, ടീച്ചിങ് വീഡിയോസ് അങ്ങനെയുള്ളതൊക്കെ ഗൂഗിളിൽ ഇത് നീ പറയുന്നൊക്കെ കണ്ണി കണ്ടവരെ ട്ലാങ്ക് ഒക്കെ കരിക്കുന്ന വീഡിയോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എവിടെയും കണ്ടിട്ടില്ല. യൂട്യൂബിൻ്റെ പോളിസിയിൽ ഇങ്ങനെ കണ്ണി കണ്ടവരെ ട്ലാങ്ക് കരിക്കുന്ന ഒരു ഇതിടാം, കണ്ണി കണ്ടവരുടെ തന്തക്കും തള്ളക്കും വിളിക്കാം. തന്തക്കും തള്ളക്കും വിളിച്ച മോനെ നിനക്കേ ഉള്ളൂ കുഴപ്പം. ഞാൻ പറയണോണ്ടൊന്നും തോന്നില്ല, ചിലപ്പോൾ നിൻ്റെ അക്കൗണ്ട് ഇതായി പോവും, ബാൻഡ് ആയി പോവും. നീ വാക്കി പറ, നീ റെക്കോർഡിംഗ് ആണോ? ആണല്ലോ. ഒക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നും മാന്യമായ രീതിയിൽ മാത്രം ഡിഫെൻഡ് ചെയ്തു. ഒരു എന്ത് മാന്യത? നിനക്ക് മാന്യത ഇവിടെ നിന്നോട് ആ ഒരു കള്ളം പറഞ്ഞാൽ മോനെ, നിന്നെ കള്ളം പറഞ്ഞ് പറ്റിച്ചു വെച്ചിരിക്കുക. നിനക്ക് മാന്യതയില്ല, അന്തസ്സില്ല. അന്തസ്സുണ്ട്, അതൊരു കാര്യമാണ്. ആരുടെ അന്തസ്സിനെ കുറിച്ച് പറയത്തില്ല, മാന്യതയെ കുറിച്ച് പറയണ്ട. അതൊന്നും നമുക്ക് പറയണ്ട. ഡിഫെൻസീവ് ഷീൽഡ് തീർത്തൊക്കെ ഉള്ള കളി ഞാൻ നിർത്തുവാണ്. വേറൊന്നുമല്ല, എന്താ കുംഫു മാസ്റ്ററോ അല്ലെ കരാട്ട മാസ്റ്ററോ ഡിഫെൻഡ് ഷീൽഡ് ഉണ്ടാക്കി വെക്കാൻ. ഡിഫെൻഡ് ഷീൽഡ് ഉള്ളത് യുവമാര് പറയുന്ന അതേ കൊണയാടി രീതിയിൽ തന്നെ തിരിച്ച്. കൊണയാടി അല്ല, ആ കൊണയാടി പറയുകയാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ പരമാവധിയുള്ള ചാനൽസിനും പാതിയോളം ആൾക്കാരും ഈ കൊണയാടി തന്നെയാണ്. റോസ്റ്റിംഗ്, റിയാക്ഷനും അത് യൂട്യൂബിൻ്റെ പോളിസിയിലുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. കൊണയടിക്കാനായിട്ട് പോവുകയാണ് എന്നുള്ളൊരു കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഇവിടെ സ്റ്റേറ്റ് ചെയ്യുവാണ്. എൻ്റെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് സാറേ ഒന്നും മിണ്ടായിരുന്നു. നിന്റെ ഇംഗ്ലീഷ് ആയിട്ട് എനിക്കൊന്നും മനസ്സിലാവാനില്ല. നാളെ ഇംഗ്ലീഷ് ക്ലാസ് ഉള്ളു, എന്ത് ചെയ്യാനോ മതി. കയറി ഉപദ്രവിക്കാൻ വന്ന വല്യച്ഛനെയും ടീമിനെയൊക്കെ ഡിഫെൻഡ് ചെയ്ത് നിന്നവനാണ് ഞാൻ. അതുപോലെ രശ്മിക്ക് വേണ്ടിയിട്ട്, അതായത് കൂട്ടുകാരുടെ വീട്ടിൽ ചെന്ന് കമന്റ് അടിച്ചതിന്റെ പേരിൽ ഒരുത്തനെ അവന്റെ ഏരിയ കയറി ഇടിച്ചിട്ടുണ്ട്. അതുപോലെ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇവളൊക്കെ അനാവശ്യം വരും. ചളി വാരി എറിയാതെ മോനെ, ഇത് എൻ്റെ മോനെ ഞാൻ പോലും ഇത്രയും ചളി അടിച്ചിട്ടില്ല. 5ാം ക്ലാസ് വെച്ച് ഞാൻ എന്ത് വേണമെന്നറിയുമോ? എന്താ ഞാൻ പറഞ്ഞിട്ടുള്ള ചളി എന്ന് വെച്ചാൽ ഇത്രയൊന്നുമില്ല, ഇതിൻ്റെ പാതിയൊക്കെ വരത്തുള്ളൂ. ഞാൻ സാധാരണ പോലെ ഞാൻ കട്ടലും ഇതൊക്കെ പൊക്കിയിട്ടിടുന്നേ പറഞ്ഞിട്ടുള്ളൂ. ബട്ട് അതാർക്കും ചെയ്യാൻ പറ്റും. കട്ടലൊരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് ആരെങ്കിലും പൊക്കിത്തിട്ടുണ്ടെങ്കിൽ എനിക്കും പൊക്കാം. ഇവൻ അതിനേക്കാളും വലിയ ചളി അടിച്ചു. ചളിയല്ല, കള്ളം. എൻ്റെ മോനെ പുഴു അടിക്കുമോ? പുഴു പോലും ഇത്രയും അടിക്കത്തില്ല മോനെ. പുഴു വന്നവനെ അവിടെ ചെന്ന് ഇടിച്ച് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് തൂക്കിയെടുത്ത്. അപ്പൊ ഇത്രയൊക്കെ ചെയ്തിട്ട് തൂക്കിയെടുത്ത് ഇവനൊക്കെ വല്ല ക്രെയിനോ കൊണ്ടുകൊണ്ടുവരും. അവനെ തൂക്കുമ്പോഴേക്ക് ഇങ്ങനെ തൂക്കിയെടുക്കും. പുറകിൽ നിന്ന് 2 പൂ എന്നുള്ള ശബ്ദം ഇവൻ്റെ കൈ അയാളുടെ കോളറിലും കാണും. മനസ്സിലായില്ലേ? പൊക്കിയെടുക്കാനുള്ള ആരോഗ്യം പോലും ഉണ്ട്. ഇത് അഷ്ടകൂടോ? ആള് ഇനിയും ഭയങ്കരമായിട്ട് മാന്യത കളിക്കും. ഇനിയും നിങ്ങളൊക്കെ കാണിക്കുന്ന എല്ലാ തന്തയിലേമേ സഹിച്ച് ഇവിടെ ഒതുങ്ങി എന്നുള്ള രീതിയിൽ ഒരുത്തനും വ്യാമോഹിക്കേണ്ട. ഇനിയുള്ള പണി പ്രോപ്പറായിട്ട് രോഹിത്ത് വെറും ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ, പച്ചയായ ഒരു മനുഷ്യൻ എന്ന നിലയിൽ, അമേന്ദ്ര രോഹിത് എന്ന ഞാൻ ഈ നാടിനെ കാത്തോളാമെന്നും എന്നെ തെറി വിളിക്കുന്നവരെ തിരിച്ചു വിളിക്കാമെന്നും സത്യം ചെയ്യുന്നു. ഇത് സത്യം കള്ളസത്യം. ഓക്കെ, നീ ഒരു കാര്യം മനസ്സിലാക്കണേ ഗൈസ്. ഇനി നിങ്ങളോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പരമാവധി സൂക്ഷിച്ചോ. രോഹിത്തിനെ ട്രോൾ ചെയ്യല്ലോ. രോഹിത്ത് ബിക്കം ആംഗ്രി ആൻഡ് ഫയർ കം ഫ്രം ഹിസ് ബാക്ക്. ആർ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? അവൻ്റെ കണ്ണിൽ ജ്വലിക്കുന്ന ആ അപ്പീൻ്റെ ഫോട്ടോ ഉണ്ടോ? ഞാൻ തരാൻ പോണ മറുപടികളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഇൻഫ്ലുവൻസർ ആണ്, പബ്ലിക് ഫിഗർ ആണെന്നൊന്നുമല്ല. ഞാൻ ഒരു സാധാരണ കൂലിപ്പണിക്കാരനാണ്. നീ കൂലിപ്പണിക്കാരനല്ല, നീ ടാങ്ക് കരിയക്കാരനാണ്. ടാങ്ക് കരിക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ടാങ്ക് കരിക്കാനുണ്ടായിരുന്നു. നീ വരാമോ?
അവിടെ സീരിയസ് ആയിട്ട് ചോദിച്ചോ വരാൻ പറ്റുമോ? പറ്റുമെങ്കിൽ കേട്ടോ ഗൈസ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ സബ്സ്ക്രൈബ് ടാർഗറ്റ് എന്ന് വെച്ചാൽ 30 സബ്സ്ക്രൈബ് ടാർഗറ്റ്സും 80 ലൈക്സ് ടാർഗറ്റും ആണ്. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 40 അടിക്കുക ഗൈസ്. ഞാൻ 20 എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കട്ട സപ്പോർട്ട് അടിച്ച് 20 അടിച്ച് തന്നെ ഗൈസ്. അതുകൊണ്ട് 30 13 അല്ലേ കേട്ടോ, 30. അതുപോലെ എനിക്കൊരു ഫാമിലി ഉണ്ട്, അതായത് അമ്മയുണ്ട്, ഭാര്യയുണ്ട്, അനിയത്തിയുണ്ട്. ഞങ്ങൾ പറഞ്ഞു നിനക്കൊരു ഫാമിലി ഇല്ലെന്ന്. ഒരു പട്ടിക്കുട്ടിയുണ്ട്. അപ്പം മാത്രമല്ല കുറച്ച് ഒരു പട്ടിക്കുട്ടിയല്ല മോനെ, ഒരു പട്ടിയും ഒരു പേപ്പട്ടിയും ഉണ്ട്. ആ പേപ്പട്ടിയാണ് ഈ നീ. കൂട്ടുകാരും ഗ്രീൻ ഹൗസ് എന്നൊരു കമ്പനിയും ആ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. എല്ലാവർക്കും നീ എല്ലാവർക്കും കൂടി ജീവിക്കാൻ വേണ്ടി എന്താ? നീ സൂപ്പർമാനോ? നീ കണ്ട ഒരു വില്ലനെ സോൽപ്പിക്കുന്നു, സിനിമയിലെ ഹീറോ പോലെ ഡാൻസ് കളിക്കുന്നു. അതപ്പോൾ ഒരു കാര്യം ചെയ്ത് റോട്ടിൽ പോയി അങ്ങ് നിൽക്കുക. ഏതെങ്കിലും വണ്ടി വന്നെ അപ്പം തട്ടിയാൽ ഞങ്ങൾക്ക് സമാധാനം. നീ ഞങ്ങളുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കട്ടെ. നീ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കണോ ഒന്നും പറയത്തില്ല. ഞങ്ങളൊരു അപേക്ഷയാണ് മോനെ. നീ ചാനൽ നിർത്തിയിട്ട് പോ പ്ലീസ്. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അഭിപ്രായം ഉള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. സൈഡിൽ നിന്ന് കൊടുക്കുവാണെങ്കിൽ കുറച്ച് പോസിറ്റീവ് സൈഡ് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടിയിരിക്കും. എന്ത് സൊല്യൂഷൻ? ന്യൂട്ടന്റെ കയറി കളിയാക്കിയതാണോ? ഇവൻ എന്താണ്ടോ കസാരൻ്റെ അങ്ങോട്ട് കാര്യം പറഞ്ഞു. എൻ്റെ മോനെ ന്യൂട്ടൺസ് തേർഡ് ലോയിസ് ബ്ലാ 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 ബ്ലാ. എനിക്ക് ആ ന്യൂട്ടൻ അപ്പൂപ്പനെ കണ്ടുകൂടാ. ഗ്രാവിറ്റി ഉണ്ടാക്കിയ അപ്പൂപ്പൻ എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന എന്റെ ചിന്തയിലുള്ള പോസിറ്റിവിറ്റി ആയിരുന്നു ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇനി ആ ഒരു പോസിറ്റിവിറ്റി ഞങ്ങൾക്കത് നെഗറ്റിവിറ്റിയാ കേട്ടോടാ. നെഗറ്റിവിറ്റി മാത്രം തന്തയില്ലായ്മകൾക്ക് റിപ്ലൈ ചെയ്യുന്ന പരിപാടി നിർത്തുവാണെന്നാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞിടയ്ക്ക് എന്റെ വൈഫ്, എന്റെ ഭാര്യ, എന്റെ രശ്മി എന്തൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നടാ ഈ. അപ്പോൾ ഗൈസ് നമുക്കൊരു വ്യത്യസ്തനായ ബാലനെ ഗൈസ് അപ്പോൾ നമ്മൾ പുതിയൊരുത്തനെ കേട്ടുകൊണ്ടിട്ടുണ്ട്. ഇവൻ എത്രയും വേണമെന്ന് പറയാം, നിങ്ങൾക്ക് ഇവനെ അറിയായിരിക്കും. ഐ റോസ്റ്റഡ് ഓൾ യൂട്യൂബേഴ്സ് ഇൻ കേരള. ആ വാണമാണ് ഈ വാളം. ആ വലുതായി വീഡിയോ വളരെ വ്യത്യസ്തമാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വട്ടം ഒരു ഫോൺ പൊട്ടിക്കുന്ന ഒരു വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ അന്ന് ആ ഫോൺ പൊട്ടിച്ചപ്പോൾ നിന്റെ അമ്മയൊന്നും ഞുള്ളിയില്ല മോനെ. അയ്യോടാ, ഈ തെക്കുടുമ്പോട്ട് അടി വെച്ച് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇവനെ കാണുമ്പോൾ ഇങ്ങനെ കൈ അങ്ങ് പെരുക്കുന്നു, ഒറ്റ അടി വെച്ച് കൊടുക്കുന്നു തോന്നുന്നു. ഗൈസ് എൻ്റെ ക്ലാസ്സിലുണ്ട് ഇതുപോലത്തെ ഒരു വാണ്. ഇതിനേക്കാളും കഷ്ടമാണ്. അല്ല ഇതിനേക്കാളും പേരാ സത്യം പറഞ്ഞാൽ. അവൻ ആനിമീസിനെ കുറിച്ചൊക്കെ അറിയാം. അവൻ്റെ ആനിമയാണ് ഡോറ ബുച്ചി, ഹണി ബണ്ണി, ടോം ആൻഡ് ജെറി, പിന്നെ ഓഗി ആൻഡ് ദ കോക്രോച്ചസ്, ചിൻചാന്, ഡോറിമോന്, ഇങ്ങനെയുള്ള ഊള കാർട്ടൂൺസാണ് ഇവൻ്റെ ആനിമി. എൻ്റെ മോനെ അവൻ്റെ ഒക്കെ ചളിനേക്കാളും വേദന. ഞാൻ എടുത്ത ഫോണാണ് ഇത്. അപ്പൊ ഈ ഫോൺ ഇല്ലാതായി. അപ്പൊ ഇതിനെ എറിഞ്ഞു പൊട്ടിക്കുന്ന വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോക്ക് എനിക്ക് ഭയങ്കര ഹാപ്പി കമന്റ്സ്. അവനോട് പിന്നെ ഇങ്ങനത്തെ ഒക്കെ പൊട്ടത്തരം കാണിച്ച ഹേർട്ട് കമൻസ് അല്ലാതെ പിന്നെ പാട്ട് കമൻസ് ഒരുപാട്. എടാ നീ നന്നാകാൻ നോക്കത്തേടാ. എന്തോ കണ്ണി കണ്ടോ രക്ഷേ. നിന്റെ സ്വന്തം ഫോൺ അറിഞ്ഞു പൊട്ടിക്കണോ? നിന്നെ ആ ഫോൺ വല്ലതും കടിക്കുമെല്ലാം ചെയ്തോ ഗെയിം കളിച്ചോണ്ടിരുന്നപ്പം. നമുക്ക് ഇവര് ഫുള്ള് കാണാം. ഒന്നും പറയില്ല. കാരണം ഇതേ ഇവന്മാരാണ് ആ ഭ്രാന്ത തൊപ്പീര വീഡിയോ പോയി കമന്റ് ഇട്ട് ഘോരം പറയുന്നവരും അത് കണക്ക് എന്നെ മിസ്റ്റർ ബിച്ചിന്റെ ചാനലിൽ പോയി കൈയടിക്കുന്നവരും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക്. എടാ നീ തൊപ്പീനെ കുറിച്ച് പറയാൻ നിനക്ക് ഒരു അധികാരമില്ല കേട്ടോടാ. നീ ആര് എടാ നിനക്കൊരു ടാലന്റ് ഉണ്ടോ? എടാ ഇതൊക്കെയാണ് കണ്ടന്റ്. കണ്ടവരുടെ മുറ്റം പോയി തൂക്കുന്നു, എന്താണ്ട മാലയും മുത്തും കണ്ട മൊത്തം കണ്ണിലും കുത്തി കയറ്റി വെച്ചിട്ട് പൗഡറല്ല വൈറ്റ് സ്പ്രേ എടുത്ത് മുഖത്തും തേച്ചിട്ട് പിന്നെ ഹലോ ഗൈസ് ഞാനാണ് കുണ്ടപ്പുരിയും കട്ടൻ ചെയ്യും എന്നീ പറഞ്ഞ വാണമാണോ അത് തൊപ്പിയാണോ വേദന? നിങ്ങൾ തന്നെ കമൻറ്റ് അടിക്കുക ഗൈസ്. നിങ്ങൾ തന്നെ ആണല്ലോ. അല്ലെങ്കിൽ ഇത്രയും നേരം കടിച്ച് കാണാം. വേസ്റ്റ് ആയിപ്പോ. ആണ്ടാ പുതിയ ഫോൺ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ കാണാം ഗൈസ്. എനിക്ക് ബട്ടാണ് ഗൈസ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ സ്ക്രോൾ ചെയ്യുക എന്ന് എനിക്കൊന്ന് പറഞ്ഞുകൊണ്ടാ. ഞാൻ തെറി വിളിക്കണമെന്നല്ല പറഞ്ഞത്. തെറി വിളിക്കേണ്ട സാഹചര്യമുണ്ട്. ഇപ്പം ഈ സാഹചര്യത്തിൽ തെറി വിളിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതാണ് നോൻ പറഞ്ഞ ആ ഫോണ്. നല്ല ഭയങ്കര കില്ല ഫോണാണ്. അയ്യോ എൻ്റെ ദൈവമേ. ഭാഗ്യം ഞാൻ ഫോണാകാതിരുന്നേ. ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ദൈവത്തിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ദൈവമേ എന്നെ എന്തിനാണ് മനുഷ്യനാക്കി, എന്നെ ഒരു ഫോണായിക്കൂടെ. ഇപ്പം എനിക്ക് എല്ലാ ആഗ്രഹവും മനസ്സിലായി. എനിക്ക് മനുഷ്യൻ തന്നെയായിട്ട് ജീവിച്ചാൽ മതി. എനിക്ക് മനുഷ്യരായേ മതി. പക്ഷെ ഇവനെ പോലുള്ളൊരു മനുഷ്യനുള്ള ജീവിതത്തിൽ എങ്ങനെ മനുഷ്യനാകാനാ മനുഷ്യനെ? എന്തുവാണ് ഞാൻ പറയുന്നത് എനിക്ക് പോലും മനസ്സിലായില്ല. ദൈവമേ ഇച്ചിരി വിവരവും ഇച്ചിരി വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നെങ്കിൽ ഇവനെ മന്ദകുത്തി എന്തെങ്കിലും വിളിക്കായിരുന്നു. ഇതിപ്പോൾ ഇവനെ എന്ത് വിളിക്കണമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചിപ്സ് ഓടിക്കണക്കല്ലേ ഓടിക്കണം. ചിപ്സ് പൊടിയണ പോലെ പൊടിഞ്ഞാണെങ്കിൽ നീ ഇച്ചിരി എടുത്ത് തിന്നടാ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിപ്സ് പൊടിഞ്ഞ പോലെ പൊടിഞ്ഞല്ലേ. അമ്മേ ആ പട്ടി ഇപ്പം വിചാരിക്കണുണ്ടായിരിക്കേ ഇതൊക്കെ ഏത് വാളമാണ്? ഇവനൊക്കെ കടിയാണോ? എനിക്കൊന്നും ഒരു ഫോൺ പോലും ഉപയോഗിക്കാനുള്ള അർഹതയില്ല. എന്ത് ചെയ്യാനാ? മനുഷ്യന്മാരുടെ ഒക്കെ ഓരോ വട്ടേ. ഇവൻ കാരണം ഉള്ള മനുഷ്യന്മാരുടെ മൊത്തം മാനേജ് നഷ്ടപ്പെടുക. കണ്ട ജീവികളുടെയും സ്കൂട്ടറിൻ്റെ മുമ്പിൽ വെച്ച് നമ്മളെ അപമാനിക്കണം. മനുഷ്യരെ എങ്ങനെ അപമാനിക്കണം അതിൻ്റെ മാക്സിമം അതൊരു കഴിഞ്ഞു. ഇവൻ എന്തുവായി ചെയ്യണേ?
വീട് ക്വാളിറ്റി ഉണ്ടാ ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ ആ സ്കൂട്ടിയിലുള്ള ചേട്ടനെ ഇതെന്താടേ ഇവര് വട്ടാണോ പ്രാന്താണോ? പൂച്ച കേട്ടോ പൂച്ച. ഒരു ദിവസം മച്ചിമ്പിമാരെ ഇപ്പൊ ആ പൂച്ച വിചാരിക്കണോണ്ടേ തന്ത്രേ ഞാനിട്ട കാട്ടത്തിനേക്കാളും കഷ്ടമാണല്ലോ. മുമ്പ് വീട് ക്വാളിറ്റി ഉണ്ടോ? വീട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊന്നും ചെയ്തിട്ട് ഇവൻ്റെ അമ്മയും അച്ഛനൊന്നും അവനെ ഞുള്ളിയില്ലേ എൻ്റെ പൊന്നെ. ഞാൻ വല്ല അറിയാതെ എൻ്റെ അമ്മ ഞാൻ അറിയാതെ എൻ്റെ ഫോണിൽ താഴെ ഇട്ടു. ഒരു കുഞ്ഞു വരാ എൻ്റെ അമ്മേൻ്റെ ഫോണാണേ. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഒറ്റ ഇറുക്കാ ഇപ്പോഴും ചെവി വേദനയാ. ചെവിൻ്റെ അബുഖം മുറിഞ്ഞു പോയി. എൻ്റെ അമ്മ പിച്ച് ചീന്തി അങ്ങ് എടുത്ത്. എൻ്റെ അമ്മ അവിടെ ഇതൊക്കെ ഇടത്തില്ല മറ്റേ കമ്മലിടാനുള്ള ഹോട്ട ഉണ്ടായിരുന്നു എൻ്റെ അമ്മ. അത് ഒരൊറ്റ അങ്ങ് കിരിക്കങ്ങ് എടുത്തു എൻ്റെ അമ്മ. പട്ടി പറയുന്നത് എന്താണെന്നിരിക്കും. പട്ടി പറയണേ ഒന്ന് കേട്ടോക്കെ. എടാ പട്ടി ഇതൊക്കെ വട്ടാണോടാ പട്ടി. അയ്യോ സോറി ഞാൻ തന്നെ എന്നെ തന്നെ എന്തിനാ അപമാനിക്കുന്നത്. പക്ഷേ ഈ കഴിവർക്ക് മരൊക്കെ കൊണ്ട് തോറ്റു മനുഷ്യരുടെ വിലകളെ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. വീണ്ടും നമ്മൾ ഇതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും. എൻ്റെ പൊന്നു വ്യത്യസ്തനാം ബാലനെ ഒന്ന് പോയിത്താ പോ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കില്ല അല്ലെങ്കിൽ എനിക്ക് പ്രാന്താവും. 2 വട്ടം